നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വീട്ടിൽ അതിക്രമിച്ചു കയറി അച്ഛനെയും 17 വയസ്സുകാരനായ മകനെയും ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയായ ഡ്യൂക്ക് പ്രവീൺ എന്നറിയപ്പെടുന്ന പ്രവീണിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 17 വൈകുന്നേരം മണവലശ്ശേരി താണിശ്ശേരി ദേശത്ത് രാജീവ് ഗാന്ധി ഉന്നതിയിൽ കറുപ്പം വീട്ടിൽ നാസറിന്റെ വീട്ടിലേക്ക് പ്രതി മാരകായുധവുമായി അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് 17 വയസ്സുകാരനായ പ്രായപൂർത്തിയാകാത്ത മകനെ മർദ്ദിക്കുകയും മരവടി കൊണ്ട് ആക്രമിക്കുകയും ഇത് കണ്ട് തടയാൻ ചെന്ന നാസറിന്റെ കൈ പിടിച്ച് തിരിച്ച് തള്ളി താഴെയിടുകയും ചെയ്തു. പ്രവീൺ ഇരിങ്ങാലക്കുട, കാട്ടൂർ, മാള, കൊരട്ടി, വലപ്പാട്, കണ്ണൂർ ടൗൺ, വിയ്യൂർ പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസുകളിലും 3 അടിപിടി കേസിലും 1 കഞ്ചാവ് കേസിലും 1 കവർച്ചാ കേസിലും അടക്കം 15 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൂടാതെ 2021 2023 കാപ്പ നിയമപ്രകാരം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KJ ജിനേഷ്, സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, സബീഷ്, തുളസിദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ്, മിഥുൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. പവന് 1520 രൂപ കൂടി 97,360 രൂപയായി. ഗ്രാമിന് 190 രൂപ കൂടി 12,170 രൂപയായി. 2 ദിവസമായി തുടർന്ന ഇടിവിന് ശേഷമാണ് ഈ വർധനവ്. തിങ്കളാഴ്ച 95,840 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 1 ലക്ഷം കടന്നും സ്വർണ്ണവില കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ശനിയാഴ്ച ഒറ്റയടിക്ക് 1,400 രൂപയാണ് കുറഞ്ഞത്. എന്നാൽ വീണ്ടും 1 ലക്ഷത്തിന് അടുത്തേക്ക് കുതിക്കുകയാണ് സ്വർണ്ണവില. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണം. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. പുതുക്കാട് വാഹന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. B. രാജേഷ്, ആൻഡു കൂടലി, ജോയ് മഞ്ഞളി, ബാബു നെല്ലായി, PC ബാബു എന്നിവർ പ്രസംഗിച്ചു. ND വിജയകുമാർ, പോൾ കുടലി, സണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും വികസന രേഖാ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഹരിതകർമ്മസേന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൽജോ പുളിക്കൻ, സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, രതി ബാബു, CC സോമസുന്ദരൻ, ഷാജു കാളിയേങ്കര, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി ശ്രീശോഭ്, പ്രീതി ബാലകൃഷ്ണൻ, ഹിമ ദാസൻ, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, സെക്രട്ടറി PR ജോൺ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ സൂര്യഗ്രാമം പ്രവാസി അംഗൻവാടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കാലങ്ങളായി പ്രവാസി അംഗൻവാടി റോഡ് ശോചനീയാവസ്ഥയിലായിരുന്നു. നിരന്തരമായി വെള്ളക്കെട്ടുള്ളതിനാൽ വേനൽക്കാലത്തൊഴികെ പ്രവാസി അംഗൻവാടിയിലേക്ക് ഉൾപ്പെടെയുള്ള സഞ്ചാരം ദുസ്സഹമായിരുന്നു. തുടർന്ന് MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2025-26 സാമ്പത്തിക വർഷത്തിൽ 15.5 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. 250 മീറ്റർ റോഡ് 3.2 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഉടനെ പണി പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി തുറന്നു നൽകാമെന്ന് MLA ഉറപ്പു നൽകി. ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ വിപണന രംഗത്ത് വിസ്മയം തീർക്കാൻ പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ നവീകരിച്ച ഊരകം ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു.
2 പതിറ്റാണ്ടിലേറെയുള്ള സേവന പാരമ്പര്യമുള്ള പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ നവീകരിച്ച ഷോറൂം CC മുകുന്ദൻ MLA നാടിന് സമർപ്പിച്ചു. ചടങ്ങ് സിനിമാ താരം അന്ന രാജൻ ഉദ്ഘാടനം ചെയ്തു. 2 പതിറ്റാണ്ട് നാളുകൾക്ക് ശേഷം വീണ്ടും പുതിയ ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ് നമ്മുടെ ഓരോ പ്രദേശത്ത് വീണ്ടും വരികയാണ്. അപ്പം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ആശയം എനിക്ക് തോന്നിയത്, ഏറ്റവും വലിയവനും ഏറ്റവും ചെറുവനും വരെ സാമ്പത്തിക ശേഷി അനുസരിച്ച് എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ ലഭിക്കും എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. നിങ്ങൾക്കായിട്ട് പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഇനി മുതൽ നിങ്ങളുടെ വീടുകളെല്ലാം കൂടുതൽ ഷൈൻ ആവട്ടെ. അപ്പോൾ പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിലേക്ക് വരും. പിന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പൊ നിങ്ങളുടെ ബ്രാഞ്ച് കേരളം ഒട്ടാകെ അറിയട്ടെ. ഇനി മുതൽ എല്ലാവരും വീട് വെക്കുന്നവരും ബിൽഡിംഗ് എല്ലാവരും പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിലേക്ക് വരും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡോക്ടർ അജയ് ശങ്കർ, സിനി ആർട്ടിസ്റ്റ് ഫിറോസ് മോഹൻ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിയൻ പ്രസിഡന്റ് ഭാഗ്യനാഥൻ, ഊരകം സഞ്ജീവനി സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, ഖജാരിയ സെറാമിക് ലിമിറ്റഡ് സീനിയർ റീജിയണൽ മാനേജർ MU സജിത്ത്, ഓറിയന്റ് ബോൾ ലിമിറ്റഡ് സോണൽ ഹെഡ് മോഹൻ രാജ്കുമാർ, പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് പ്രൊപ്പറേറ്റർ സമോദ് മോഹൻ, ശാലു നിതിൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 20 ഭാഗ്യശാലികൾക്ക് ദീപാവലി പുടവകൾ സമ്മാനമായി നൽകി. പർച്ചേസ് ആൻഡ് വിന്നിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് ജനുവരി 1 രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ 3 സ്വർണ്ണ നെക്ലേസുകൾ സമ്മാനമായി നൽകും. 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ ഊരകം ഷോറൂമിൽ വിപണിയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ഏതുതരം ബജറ്റിലുള്ളവർക്കും ഒരു കുടക്കീഴിൽ ടൈൽസും സാനിറ്ററീസും അണിനിരത്തുകയാണ് ഇവിടെ. ഗുണനിലവാരവും കൂട്ടിയിണക്കുന്ന വിശ്വാസത്തിന്റെ വിലാസം. നിങ്ങളുടെ വീടിന് രാജകീയ തിളക്കം നൽകാൻ സന്ദർശിക്കുക പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, പെരുമ്പള്ളിശ്ശേരി, ഊരകം. ഫോൺ നമ്പർ 9895832226. മറ്റൊരു ഫോൺ നമ്പർ 9387106337. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,170 രൂപയും പവന് 97,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.